ഹായ് സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബട്ടൺ അനിമേഷൻ ആണ്. ഈ ബട്ടൺ ഹോവർ ചെയ്യുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് അനിമേഷൻ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് പോകാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാനൊരു റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെയിൽവിൻ്റെ കൂടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രം സ്ക്രാച്ച് ബാക്ക് നമുക്ക് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം എൻ്റെ സോഴ്സ് ഫോൾഡറിനകത്ത് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫയൽ നെയിം നമുക്ക് btn മെയിൻ എന്ന് കൊടുക്കാം. മെയിൻ ഡോട്ട് jsx എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ നെയിം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു ഫയലിൽ അതായിരിക്കും നമ്മൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഞാനിത് റവലോസിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിനൊന്ന് സ്റ്റൈൽ ചെയ്യാം. മതി ആപ്പിനകത്ത് വന്നിട്ട് ഇവിടെ ആപ്പ് എന്നുള്ളത് കളയാം. ഓക്കെ, ആൻഡ് നമുക്ക് ക്ലാസ് bg black, width will be full, and height will be screen. Okay, okay, വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ ബട്ടൺ മെയിൻ നമുക്ക് വിളിക്കാം, btn മെയിൻ. ഓക്കെ, നമുക്ക് ബട്ടൺ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. സോ ഞാൻ ഈ ഡിവിനകത്ത് വേറെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഈ ഡിവിനെ തന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്യുകയാണ്. ബട്ടൺ ടാഗ് ഒന്നും ഇടുന്നില്ല. ഓക്കെ, ക്ലാസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പാഡിങ് തന്നെ യൂസ് ചെയ്യാം. വിഡ്ത്ത് ഹൈറ്റൊന്നും യൂസ് ചെയ്യാണ്ട് പാഡിങ് യൂസ് ചെയ്യാം. px ഒരു 5ഉം py ഒരു 2. ഓക്കെ, ആൻഡ് bg നമുക്ക് വൈറ്റ് കൊടുക്കാം. ആൻഡ് ടെക്സ്റ്റ് വിൽ ബി ബ്ലാക്ക്. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇട്ട് നോക്കാം നമുക്ക്. ക്ലിക്ക് ഹിയർ. ഓക്കെ, ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അത്. ഓക്കെ, നമുക്കത് മാറ്റാം. സോ നമുക്ക് വിഡ്ത്ത് w വിഡ്ത്ത് എന്നിവിടെ കൊടുക്കാം. സോ ആ ഒരു ഫുൾ വിഡ്ത്ത് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് അതിന്റെ വിഡ്ത്ത് മാത്രം എടുക്കും. കണ്ടന്റ് വിഡ്ത്ത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനൊന്ന് സെൻട്രൽ കൊണ്ടുവരാം ബട്ടൺ. സോ ആപ്പിനകത്ത് പോയിട്ട് നമുക്ക് ഇവിടെ സെൻട്രൽ ചെയ്യണം. ലെക്സ് ഐറ്റംസ് സെൻറ്റർ ജസ്റ്റിഫൈ സെൻറ്റർ. ഓക്കെ, സോ നമ്മുടെ ബട്ടൺ ഒന്ന് സെൻറ്ററിലോട്ട് വരും. ഇനി നമുക്ക് ബട്ടൺ മെയിനിൽ വന്നിട്ട് നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ റൗണ്ടഡ് ആക്കാം. റൗണ്ടഡ് ഒരു 2 റൺ കൊടുക്കാം. ഓക്കെ, ഞാനുണ്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു റൗണ്ടഡ് ഷേപ്പ് ബോർഡർ റീസ് കൊടുത്തപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാഡിങ് എക്സ് ഡയറക്ഷനിൽ കുറച്ചുകൂടെ കിട്ടും. ഒരു 7 കൊടുക്കാം. ഓക്കെ, 7 കൊടുത്തിട്ടുണ്ട് ഞാൻ. ആൻഡ് ഇനി നമുക്ക് കർസർ കൂടെ പോയിന്റ് എടുക്കാം. കർസർ പോയിന്റർ കൊടുക്കാം. ഓക്കെ, കർസർ പോയിന്റർ കൊടുക്കുമ്പോൾ പവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബട്ടണിലോട്ട് പോകുന്ന സമയത്ത് പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യം ഒരു വ്യൂ സ്റ്റേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഹോവർ ചെയ്യുന്ന സമയത്ത്, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, എപ്പോഴാണ് നമ്മൾ ഹോവർ ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് അനിമേറ്റ് ആവണം. സോ നമുക്കൊരു യൂസ് സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ട്. എന്തിനേയും നമുക്ക് ഇപ്പോഴുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറ്റി ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് സ്റ്റേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. യൂസ് സ്റ്റേറ്റിന്റെ സ്നിപ്പറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. യൂസ് സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് മൗസ് എൻ്റർ എന്ന് കൊടുക്കാം. മൗസ് എൻ്റർ. ഓക്കെ, ഇവിടെ ഒരു ക്യാപ്ചർ ആക്കാം. ഓക്കെ, സെറ്റ് മൗസ് എൻ്റർ. മൗസ് എൻ്റർ ഇനിഷ്യലി അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് രണ്ട് ഫങ്ഷൻസ്, അതായത് മൗസ് ഹോവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ആവണം. സോ രണ്ട് ഫങ്ഷൻസ് വേണം. നമുക്ക് ആ രണ്ട് ഫങ്ഷൻസിനെ നമുക്ക് ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ബട്ടൺ ഡിവിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓൺ മൗസ് എൻ്റർ. മൗസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഫങ്ഷൻ വേണം. ഓക്കെ, നമ്മുടെ സെറ്റ് മൗസ് എൻ്റർ, അതായത് സെറ്റ്
മൗസ് എൻ്റർ എന്താവണം, ട്രൂ ആവണം. ഓക്കെ, സോ മൗസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെറ്റ് മൗസ് എൻ്റർ ട്രൂ ആവണം. ആൻഡ് ഇതുപോലെ തന്നെ മൗസ് എപ്പോഴാണോ ലീവ് ചെയ്യുന്നത് ആ സമയത്ത് എന്താവണം, ഇത് ഫോൾസ് ആവണം. സോ ഇത് ഫോൾസ് ആവണം വെൻ മൗസ് ലീവ്, ഓൺ മൗസ് ലീവ്. ഓക്കെ ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിനകത്ത് നമുക്ക് എന്താ കൺസോൾ ചെയ്യുന്നത്, മൗസ് എൻ്റർ നമുക്ക് കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്യാം. കൺസോളിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി ഫോൾസ് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഹവർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ വരും, ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് വരും, ഹവർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ വരും, ഫോൾസ് വരും, ട്രൂ വരും, ഫോൾസ് വരും. ആ ഒരു ടോഗിൾ ഇഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ അതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി ഈ ഒരു ടെക്സ്റ്റിനെ അനിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പോഴാണോ മൗസ് എൻ്റർ ആവുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ഇഫക്റ്റ്, ആ ഒരു അനിമേറ്റഡ് ഇഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം ഇനിഷ്യലി. ആ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ റിജക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ്ലി ഒരു ഫയൽ എടുക്കാം. ഒരു എന്താ പറയുക, സ്പ്ലിറ്റ് ടെക്സ്റ്റ് ഡോട്ട് JSX എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിനകത്ത് നമുക്കൊരു കസ്റ്റം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സ്പ്ലിറ്റ് ടെക്സ്റ്റിനകത്ത് നമുക്ക് ഒരു ഇനിഷ്യലി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യൽ അറേ, ഒരു empty array ക്രിയേറ്റ് ചെയ്യാം. സോ കോൺസ്റ്റ് എന്താ ക്യാരക്ടേഴ്സ് ഈക്വൽ ടു ഒരു empty array നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് റിജക്ട്സ് കൂടെ യൂസ് ചെയ്യാം. സോ കോൺസ്റ്റ് റിജക്ട്സ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി പ്രോപ്പർ ആയിട്ട് എന്തുവാ ആ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുവാനാണ്. ചില എലമെന്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് സ്പ്ലിറ്റ് ആവത്തില്ല. സോ നമ്മൾ റിജക്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് സ്പ്ലിറ്റ് ചെയ്യിക്കുക. സോ ഓക്കെ, ഈ ഒരു സംഭവമാണ് /GU. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒരു എന്താ ഇത് മാച്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞോളൂ. സോ ലെറ്റ് മാച്ച് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇനിഷ്യലൈസ് ചെയ്തിടാം. മാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റന്റ് നമ്മൾ പേര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് വൈൽ ലൂപ്പ് റൺ ചെയ്യാം. ഇനി വൈൽ വൈൽ മാച്ച് ഈക്വൽ ടു റിജക്ട്സ് ഡോട്ട്. നമുക്ക് ഇതിനകത്ത് ഒരു നമ്മളൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും നമ്മുടെ എന്ത് പാസ് ചെയ്യുക, നമ്മുടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ടെക്സ്റ്റ് പാസ് ചെയ്യുക. സോ നമുക്കൊരു ഇൻപുട്ട് സ്ട്രിങ് എന്ന് കൊടുക്കാം. ഇതിനകത്ത് ഒരു പാരാമീറ്റർ ആയിട്ട് ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറഞ്ഞ് പാസ് ചെയ്യാം. ആ ഒരു ഇൻപുട്ട് സ്ട്രിങ് നമുക്ക് ഇവിടെ പാസ് ചെയ്യാം. ഓക്കെ, ഇൻപുട്ട് സ്ട്രിങ് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so input string equal to null ആണെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ പുഷ് ചെയ്യണം. ക്യാരക്ടേഴ്സ് ഡോട്ട് പുഷ്. ഓക്കെ, നമുക്ക് എന്തിനാ റിട്ടേൺ ചെയ്യണം, ക്യാരക്ടേഴ്സിനെ റിട്ടേൺ കൂടി ചെയ്യണം. റിട്ടേൺ ക്യാരക്ടേഴ്സ് ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല. സോ എക്സ്പോർട്ട് ഡിഫോൾട്ട് എന്താണ് നമ്മുടെ സ്പ്ലിറ്റ് ടെക്സ്റ്റ്. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ, ഇതൊരു കസ്റ്റം ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഒറ്റ ഫംഗ്ഷൻ വെച്ചിട്ട്. ഓക്കെ, സോ ഈ ഒരു കസ്റ്റം ഫംഗ്ഷൻ നോക്കിക്കുക. ആൻഡ് ഈ ഒരു കസ്റ്റം ഫംഗ്ഷന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്ന BTN main എന്ന് പറയുന്ന ഫയലിലോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇമ്പോർട്ട്
സ്പ്ലിറ്റ് ടെക്സ്റ്റ്. ഓക്കെ, സ്പ്ലിറ്റ് ടെക്സ്റ്റ് ഞാൻ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്ലിക്ക് ഹിയർ എന്നുള്ളത് ഇവിടുന്ന് കളയാം. ഉം. നമുക്ക് രണ്ട് സ്പാൻ ടാഗിന്റെ അകത്ത് രണ്ട് തവണ നമുക്ക് ക്ലിക്ക് ഹിയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനത് ഇനിഷ്യലി അവിടെ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, സോ രണ്ട് ക്ലിക്ക് ഹിയർ ഇവിടെ കാണാം. ഒന്ന് മുകളിലായിരിക്കും, ഒന്ന് താഴേക്കും. എപ്പോഴാണോ നമ്മൾ മൗസ് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ഈ താഴെയുള്ളത് മുകളിലോട്ട് പോയിട്ട് ഐ മീൻ ഓൾറെഡി ഇവിടെ സെൻട്രലിൽ ഇരിക്കുന്ന സാധനം മുകളിലോട്ട് പോകും, താഴെയുള്ളത് ഇതിന്റെ ഒരു പൊസിഷനിലോട്ട് കയറും. അങ്ങനെ ഒരു സീംലെസ് ട്രാൻസിഷൻ ഇഫക്റ്റ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് രണ്ട് സ്പാൻ ടാഗിന്റെ ആവശ്യമുണ്ട്. സോ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒന്ന് മാപ്പ് ചെയ്തെടുക്കണമല്ലോ. അതായത് നമ്മൾ സ്ട്രിങ് ത്രൂ പാസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമുക്ക് മാപ്പ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇനിഷ്യലി ഞാനൊരു സ്പാൻ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് മാറ്റിയേക്കാം. സ്പാൻ ടാഗ് ഇടാം. ഓക്കെ, നമുക്ക് സ്റ്റൈൽ ചെയ്യാം അതിനെ. ക്ലാസ് കൊടുക്കാം. ഇതിന് ടെക്സ്റ്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കാം. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ടെക്സ്റ്റ് കണ്ടെയ്നർ റിലേറ്റീവ് പൊസിഷൻ റിലേറ്റീവ് കൊടുക്കണം ടെക്സ്റ്റ് കണ്ടെയ്നറിന്. ആൻഡ് നമുക്ക് ഇനിഷ്യലി ഫ്ലെക്സ് കൂടെ അപ്ലൈ ചെയ്തിട്ടേക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് മാപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ എന്താ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യണം, സ്പ്ലിറ്റ് ടെക്സ്റ്റ് എന്നുള്ള. ഞാൻ ടാബ് ലൈൻ ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റ് ടെക്സ്റ്റ്. ഓക്കെ, സ്പ്ലിറ്റ് ടെക്സ്റ്റിനെ വിളിച്ചിട്ട് നമുക്ക് ഇതിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും, സോ നമുക്ക് സ്ട്രിങ്ങിൽ ആ ക്യാരക്ടേഴ്സ് പാസ് ചെയ്യാം. എന്താണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്? ക്ലിക്ക് ഹിയർ എന്നുള്ളതാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. സോ ഇതിനെ നമുക്ക് മാപ്പ് ചെയ്യണം. ഡോട്ട് മാപ്പ്, ആൻഡ് മാപ്പ് ചെയ്യേണ്ടത് ഓരോ ക്യാരക്ടേഴ്സിനെയാണ്. ക്യാരക്ടേഴ്സ് കോമ നമുക്ക് കീ ഇവിടെ പാസ് ചെയ്യാം. കീ ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്താണ് ഒരു സ്പാൻ ടാഗ് വേണം, ഒരു മെയിൻ സ്പാൻ ടാഗ്. സോ സ്പാൻ ഇവിടെ എന്തോ എറർ അടിക്കും. ഇത് ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു കേളി ബ്രേസ് വേണം, അത് ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഡൺ. സോ ഈ സ്പാൻ ടാഗിനകത്തായിരിക്കും നമ്മുടെ രണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ട് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഇതിനകത്തായിരിക്കും വരിക. സോ നമുക്കിതിന് ക്ലാസ് നെയിം എന്താ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടെയ്നർ എന്ന് കൊടുക്കും. കണ്ടെയ്നർ. ഓക്കെ, സോ ഇതിനകത്ത് രണ്ട് സ്പാൻ ടാഗ്സ് വരും. സ്പാൻ നമുക്ക് ഒരു സ്റ്റൈൽ ടാഗിന്റെ ഐ മീൻ കസ്റ്റം സീസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫയലൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് വെച്ച് പാസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തും താഴത്തും നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഒരു കസ്റ്റം സീസ് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റൈൽ ഡോട്ട് സി എസ്. ഓക്കെ, ഈ സ്റ്റൈൽ ഡോട്ട് സി എസ് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് കൂടെ ചെയ്തിട്ടേക്കാം. ഇമ്പോർട്ട് ഡോട്ട് സ്ലാഷ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്. ഇത് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്കറിയണം. ഓക്കെ, ക്ലിക്ക് കണ്ടോ. ഇനി നമ്മൾ രണ്ട് എന്തുവാ സ്പാൻ ടാഗ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ രണ്ട് തവണ ടെക്സ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഓവർലേ ഇങ്ങനെ കാണുന്നത്. നമുക്ക് ഈ സ്റ്റൈൽ ഫയൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഏതെങ്കിലും ഒരു ക്ലാസ്, അതായത് ക്യാരക്ടർ കണ്ടെയ്നർ എന്ന് കൊടുക്കാം. കോപ്പി സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് ഡോട്ട് ക്യാരക്ടർ കണ്ടെയ്നറിന് നമുക്ക് ഒരു BG ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നോക്കാം. വർക്ക് ആവുന്നുണ്ട്. ഡൺ. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു സ്റ്റൈൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു സ്റ്റൈൽ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റൈൽ ഫംഗ്ഷന് നമുക്ക് ഓരോ സ്പാൻ ടാഗിൻ്റെ അകത്തോട്ടും വിളിക്കാം. ഓക്കെ,
സോ സ്റ്റൈൽ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ലോഗോകളെ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കോൺസ്റ്റ് സ്റ്റൈൽ ഫംഗ്ഷൻ തന്നെ കൊടുക്കാം. സ്റ്റൈൽ ഫംഗ്ഷൻ is equal to ഓക്കെ, നമുക്ക് ഇതിനൊന്ന് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെയാണ് അനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ഇതൊന്ന് പാസ് ചെയ്യാം. സോ മൗസ് എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്കത് ചെയ്യേണ്ടത്. സോ മൗസ് എൻ്റർ, അപ്പോൾ നമുക്ക് ഇൻഡെക്സ് കൂടെ പാസ് ചെയ്യാം. ഇൻഡെക്സ്, ഓരോ ഇൻഡെക്സ് വെച്ചിട്ടല്ലേ ആ ഒരു അനിമേഷൻ നടക്കേണ്ടത്. സോ നമുക്കിവിടെ ചെയ്യേണ്ടത് ട്രാൻസ്ഫോം ട്രാൻസ്ലേറ്റ് y ആണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യാം. ബാക്ടിക്കിനകത്ത് നമുക്ക് ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഓക്കെ, എപ്പോഴാണ് മൗസ് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ട്രാൻസ്ലേറ്റ് ഒരു സോറി -100 പോകണം. -100% പോകണം. ആൻഡ് എസ് ഇത് 0% ആയിരിക്കണം ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിഷൻ ഡിലേ കൂടെ അപ്ലൈ ചെയ്യാം. ട്രാൻസിഷൻ ഡിലേ, ഓക്കെ, ട്രാൻസിഷൻ ഡിലേ നമുക്ക് കൊടുക്കാം. ബാക്കിൽ സൈൻ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സും എടുക്കണമെങ്കിൽ നമുക്ക് ഇൻഡെക്സ് വാല്യൂ കൊടുക്കാം. ഇൻഡെക്സിന് ഇൻഡെക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിലേ, ഒരു ഡിലേ കൊടുക്കാം. നമുക്കൊരു 0.2 seconds ഓഫ് ഡിലേ കൊടുക്കാം. ഓക്കെ, 0.2 seconds ഓഫ് ഡിലേ കൊടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് കസ്റ്റം CSS എഴുതേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ആ സ്റ്റൈൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്യാരക്ടർ, ഓക്കെ, അത് ഇവിടെ തന്നെ വരണം. ക്യാരക്ടർ കണ്ടെയ്നർ കോപ്പി, ക്യാരക്ടർ കണ്ടെയ്നറിൽ സ്പാൻ ടാഗ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, വൈറ്റ് സ്പേസസ് എന്ത് ചെയ്യണം, വൈറ്റ് സ്പേസ് നമുക്ക് 3 വെക്കാം. ആൻഡ് ട്രാൻസിഷൻ പ്രോപ്പർട്ടി നമുക്ക് ട്രാൻസ്ഫോം കൊടുക്കണം. ട്രാൻസ്ഫോം ആൻഡ് സോറി, നമുക്ക് ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ അപ്ലൈ ചെയ്യാം. ട്രാൻസിഷൻ ഡ്യൂറേഷൻ ഒരു 0.5 seconds. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചൈൽഡിന്, അതായത് സ്പാൻ ടാഗിൻ്റെ ലാസ്റ്റ് ചൈൽഡിന് നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ നമുക്ക് അബ്സല്യൂട്ട് കൊടുക്കാം. നമുക്ക് അപ്പുറത്തെ റിലേറ്റീവ് കൊടുക്കാം. മെയിനില് ടോപ്പ് ഒരു 100% കൊടുക്കുകയാണ് ഞാൻ. വിഡ്ത്ത് ഒരു 100% കൊടുക്കുകയാണ്. ആൻഡ് ലെഫ്റ്റ് 0 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബട്ടൺ മെയിനിൽ വന്നിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ, ഓക്കെ, ക്യാരക്ടർ കണ്ടെയ്നർ ഇത്, ഈ ക്യാരക്ടർ കണ്ടെയ്നറിന് നമുക്ക് റിലേറ്റീവ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാം, ഇവിടെ കറക്റ്റ് ടോപ്പിൽ നമ്മുടെ ഒരു ക്ലിക്കർ ഉണ്ട്, താഴെ വേറെ ക്ലിക്കർ വന്നിട്ടുണ്ട്. സോ എപ്പോഴാണ് മൗസ് എൻ്റർ ചെയ്യുന്നത്, ഇത് മുകളിലോട്ട് പോകും, ഇത് അതിന്റെ പൊസിഷനിലോട്ട് വരും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ
സോ ഇനി നമുക്ക് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റൈൽ ഫംഗ്ഷനെ നമുക്ക് ഈ സ്പാൻ ടാഗ്സിലോട്ട് വിളിക്കാം. ഓക്കെ, ഞാൻ രണ്ടിടത്തും ഒരുമിച്ച് വിളിക്കാൻ പോവുകയാണ്. സ്റ്റൈൽ സ്റ്റൈൽ ഫംഗ്ഷൻ അതിനകത്ത് മൗസ് എൻ്റർ നമുക്ക് കീവേഡ് പാസ് ചെയ്യാം. കീ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യും. സ്റ്റൈൽ ഡോട്ട് സീരീസിനകത്ത് വരിക, ഇവിടെ ഓവർഫ്ലോ ഹിഡൻ കൂടെ കൊടുത്താൽ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ അനിമേഷൻ. എത്രയുള്ളൂ ഈ ഒരു സ്മൂത്ത് അനിമേഷൻ, എത്രയുള്ളൂ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എവിടെയെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക. ഭയങ്കര സിമ്പിൾ ആണ് അനിമേഷൻസ് ഒക്കെ. സോ അത്രേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.